തിരൂരിലെ LDF സ്ഥാനാർത്ഥി വി അബ്ദുറഹ്മാൻ അദ്ദേഹത്തിന്റെ റോഡ് ഷോ ആരംഭിച്ചിരിക്കുകയാണ്. പറവണ്ണയിലാണ് അദ്ദേഹത്തിന്റെ റോഡ് ഷോ. റഹ്മാനിക, അപ്പൊ തിരൂരിലേക്കുള്ള വരവാണ്. എന്തുകൊണ്ടാണ് താനൂരിൽ തിരൂരിലേക്ക് മാറിയത്? തിരൂര് എൻ്റെ നാടാണ്. തിരൂരിന് കിട്ടേണ്ട നിരവധി അവകാശങ്ങളുണ്ട്. തിരൂര് ഇപ്പോൾ കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല ചെറുപട്ടണങ്ങളിലൊന്നായി വളരേണ്ട ഒരു സ്ഥലമാണ് തിരൂർ. ഇപ്പോൾ വർഷങ്ങളായി അവഗണനയാണ് തിരൂരുണ്ടായത്. ഇവിടെ തിരൂരിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു തവണ മാത്രമാണ് ഇടതുപക്ഷ MLA ഉണ്ടായിട്ടുള്ളത്. ആ കാലഘട്ടത്തിൽ ധാരാളം പദ്ധതികൾ കൊണ്ടുവരാൻ ആ MLA കഴിഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സഖാവ് അബ്ദുക്കുട്ടി അദ്ദേഹം നമ്മൾ വിട്ടു പറഞ്ഞു. അതിനുശേഷം ഒരിക്കൽ പോലും തിരൂരിന് അവകാശപ്പെട്ട, തിരൂരിന് അർഹതപ്പെട്ട പദ്ധതികൾ നടപ്പിലാക്കാൻ ഇവർക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് വന്നതിന് ശേഷം ധാരാളം പണം അനുവദിച്ചിട്ടുണ്ട്. ഇപ്പോൾ വിദ്യാലയങ്ങളൊക്കെ തന്നെ മാറ്റമുണ്ടായത് നിർബന്ധപൂർവ്വം പണം കൊടുത്തുകൊണ്ടാണ്. ഇപ്പോൾ നിലവിലുള്ള MLAക്ക് മുമ്പുള്ള MLA ഒരു വിദ്യാലയത്തിന് പോലും പണം വാങ്ങിയില്ല. അദ്ദേഹം ചില ലീഗിൻ്റെ പോക്കറ്റുകളിൽ ഇപ്പോൾ കൽപ്പഞ്ചേരി സ്കൂളിന് പണം അവിടെ കൊടുത്തു, അതല്ലാതെ മറ്റൊന്നും ചെയ്തില്ല. ഇത്തവണ ഞങ്ങളൊക്കെ തന്നെ കാര്യമായി ഇടപെട്ടു, പാർട്ടി ഇടപെട്ടു, ഈ മന്ത്രി എന്ന നിലയിൽ നമ്മൾ ഇടപെട്ടു. നിരവധി പദ്ധതികൾ ഇപ്പോൾ വിഷുപ്പാട് പൊൻപണ്ടം ബൈപ്പാസിൻ്റെ ഭാഗമായിട്ടുള്ള റെയിൽവേ ഓവർബ്രിഡ്ജിനുള്ള റോഡിൻ്റെ കേന്ദ്ര റോഡ് ഫണ്ടിൽ ഉൾപ്പെടുത്തി ആ പദ്ധതി നമ്മൾ അവിടെ കൊണ്ടുവന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു പദ്ധതിയാണ്. തിരൂർ ടൗണിൽ ഓവർബ്രിഡ്ജ് വെറും ഒരു പാലം മാത്രമായി നിന്നിരുന്നത്, 2 ഭാഗത്തും അപ്രോച്ച് റോഡ് നമ്മൾ വന്നതിന് ശേഷമാണ് പനമുതിച്ച് കൊണ്ടുവന്നത്. താഴെപ്പാലത്തുള്ള പാലത്തിൻ്റെ അപ്രോച്ച് റോഡ് ഇവിടുത്തെ പാർട്ടിയാണ്, CPM പാർട്ടിയാണ് അതിന് ഏറ്റവും കൂടുതൽ മുൻഗണന നൽകി നിർബന്ധപൂർവ്വം ആ പണം സർക്കാരിൽ നിന്നും വാങ്ങിയെടുത്തത്. അപ്പോൾ ഇതെല്ലാം തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ 10 വർഷത്തിനുള്ളിലാണ് ഇതിൽ കുറച്ചെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെയുള്ള സംവിധാനങ്ങളുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സർക്കാർ ആശുപത്രി ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ ജനങ്ങൾ പിരിവെടുത്തുള്ള കെട്ടിടം വരെ ഉണ്ടാക്കി. പക്ഷേ കൃത്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നമ്മൾ MLAക്കോ മറ്റോ കഴിഞ്ഞിട്ടില്ല. ഈ MLA മാത്രമല്ല, ഇതിന് മുമ്പുള്ള MLA ആയിട്ട്. അപ്പോൾ ഇവിടെ വലിയ അവഗണന തിരൂര് നേരിടുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ചില പ്രാദേശിക വാദമാണെന്ന് പലരും പറഞ്ഞെന്ന് വരും. അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. പലപ്പോഴും പറയുന്നുണ്ട് താനൂരിൽ ഏറ്റവും കൂടുതൽ, എന്നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വിജയസാധ്യതയുള്ള മണ്ഡലം താനൂരാണ്. അവിടെ നമ്മൾ നടത്തിയിട്ടുള്ള കാര്യങ്ങൾ അത് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതാണ്, അവർ അംഗീകരിച്ചതാണ്. ആ പദ്ധതി, ആ ഒരു മണ്ഡലം ഒഴിവാക്കി ഞാൻ തിരൂരിലേക്ക് വരുന്നു എന്ന് പറഞ്ഞത്, അത് എൻ്റെ നാടിനുള്ളിൽ എനിക്കുള്ള ഇഷ്ടം കൂടിയുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു പൊതുപ്രവർത്തനം വരാൻ പാടില്ലാത്തൊരു വികാരം എങ്കിൽ കൂടി സ്വന്തം നാടിനുള്ള ഇഷ്ടം, അത് നമുക്ക് ഏതെങ്കിലും അവസരം കിട്ടുകയാണെങ്കിൽ നിരവധി കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിലേക്കാണ് നമ്മൾ, ആ ഒരു രീതിയിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ 4 ദിവസമായിട്ട് UDFൻ്റെ വലിയ പ്രചാരണം താനൂരിൽ നിന്ന് അങ്ങ് പേടിച്ചു കൊടുക്കാനുള്ള തരത്തിലാണ്. ഞാൻ പറഞ്ഞല്ലോ, ജയസാധ്യതയില്ല. എന്നെ സംബന്ധിച്ചോളം 10,000 വോട്ടിന് ജയിക്കാവുന്ന ഇപ്പോഴത്തെ അവസ്ഥയിൽ, കഴിഞ്ഞ തവണ 1000 ആയിരുന്നെങ്കിൽ 10,000-ന് ജയിക്കാവുന്ന പദ്ധതികൾ അവിടെ ചെയ്തു വച്ചിട്ടുണ്ട്. ഒരിക്കൽ പോലും അവിടുത്തെ ജനങ്ങൾ എൻ്റെ വീടിന് മുമ്പിൽ വന്ന് പ്രകടനം നടത്തി, അവിടെ വിട്ടുവരുന്നതിനെതിരായിട്ട്. ഏതെങ്കിലും MLAക്ക് അവിടെ തന്നെ മത്സരിക്കണമെന്ന് പറഞ്ഞ് അവിടുത്തെ ആളുകൾ ബഹളം കൂട്ടും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി എന്തിനാ വേങ്ങരയിൽ നിന്നും മലപ്പുറത്തേക്ക് മാറേണ്ട ആവശ്യം? അതിൻ്റെ ആവശ്യമുണ്ടോ? അപ്പോൾ അത്തരം കാര്യമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത് പ്രാദേശിക വാദമാണെന്ന് ചിലപ്പോൾ ആരെങ്കിലും പറഞ്ഞിരിക്കും. പക്ഷേ തിരൂരിനെ സംബന്ധിച്ചോളം, തിരൂരിൽ ഞാൻ വൈസ് ചെയർമാനായിരിക്കുന്ന കാലത്ത് ഒരു വിഷൻ പദ്ധതി മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഏക്കർ കണക്കിന് ഭൂമി പൊതുജനങ്ങൾ സൗജന്യമായി നൽകിയിരുന്നു. ആ സ്ഥലങ്ങളിൽ ഒരു കല്ലിടാൻ പോലും മുസ്ലിം ലീഗിൻ്റെ MLAമാർക്കോ അവിടുത്തെ കൗൺസിലിനോ ഇതേവരെ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ധാരാളം എണ്ണി പറയാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് സാധ്യമാക്കുക. എനിക്ക് തിരൂരിലെ ജനങ്ങൾക്ക്, എൻ്റെ നാട്ടുകാരോട് എനിക്ക് പറയാൻ കഴിയും, അവർക്കത് മനസ്സിലാവും. ഞാൻ പറയാതെ തന്നെ അവർക്കത് മനസ്സിലാവും. മണ്ഡലം മാറുന്നതിൽ പാർട്ടി സമ്മർദ്ദത്തിലാക്കി എന്നുള്ളൊരു ആരോപണം ഉണ്ടല്ലോ. അതെല്ലാം വെറുതെ, ഒരിക്കലുമില്ല. എന്നെ സംബന്ധിച്ച് അവർ പറഞ്ഞത്, പാർട്ടി പറഞ്ഞതാ, എവിടെയാണോ താല്പര്യം അവിടെ മത്സരിക്കണം. എന്താ പറയുക?
അപ്പോൾ എൻ്റെ താല്പര്യം എൻ്റെ നാട്ടിൽ മത്സരിക്കലാണ്. ഒരു തവണയെങ്കിലും എൻ്റെ നാട്ടിൽ മത്സരിക്കുക, അതാണ്. അപ്പോൾ എന്തുകൊണ്ടും തിരൂരിലെ ജനങ്ങളോടൊപ്പം, എൻ്റെ നാട്ടിലെ ജനങ്ങളോടൊപ്പം മത്സരിക്കും. തിരൂരിൽ എത്രമാത്രം വിജയപ്രതീക്ഷയുണ്ട്? നോക്കൂ, നിങ്ങൾ ഈ പ്രചരണം കാണ്, ജനങ്ങളോട് ചോദിക്കുക, ജനങ്ങളോട് ചോദിക്കുക. തീർച്ചയായും ഉറച്ച വിജയപ്രതീക്ഷയോടെ തന്നെയാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ തിരൂരിൽ പ്രചരണത്തിന് ഇറങ്ങുന്നത്. എന്തുകൊണ്ട് തിരൂരിലേക്ക് മാറുന്നു എന്നതിൻ്റെ കാര്യങ്ങളും അദ്ദേഹം വിശദീകരിച്ചു കഴിഞ്ഞു. അഖിൽ ഒട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.